എൻ്റെ പേര് ഫൈസൽ. എനിക്ക് 2 ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം, KNM വിശ്വസിക്കുന്ന പ്രബോധനം ചെയ്യുന്ന തൗഹീദിൽ വല്ല കുഴപ്പമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഇത് തികച്ചും പഠന വിധേയമാണ് ചോദ്യമെന്ന് അറിയിക്കുന്നു. സാക്ഷാൽ KNM ആണ് ഉദ്ദേശിച്ചതെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ KNM അടക്കി കൈവശം വെച്ച് പോകുന്ന ചില ആളുകൾ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് വലിയ കുഴപ്പമുള്ള വിഷയമാണ് താനും. KNM എന്ന് പറഞ്ഞ ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ പേരാണ്. കേവലം ഒരു 3 അക്ഷരമല്ല, അത് കേവലം ഒരു സംഘടനയുമല്ല. കേരള നദ്വത്തുൽ മുജാഹിദീൻ, ജിഹാദ് ചെയ്യുന്ന ആളുകളുടെ സംഘം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ജിഹാദ് അത് മുമ്പോട്ട് വെക്കുന്ന കൃത്യമായൊരു ആദർശമുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനപ്പെടുത്തി മുജാഹിദ് പ്രസ്ഥാനം കാലമിത്രയും പരിചയപ്പെടുത്തി പോന്ന ആദർശ നിലപാടുകൾ, അത് യാതൊരു തകരാറും ഇല്ല എന്ന് തീർത്ത് നമുക്ക് പറയാം. എന്നാൽ 2012 വരെ, സ്ഥാപിത കാലം മുതൽ 2012 വരെ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി KNM പ്രചരിപ്പിച്ച ആശയങ്ങൾ, അതിൽ നിന്ന് 2012 ചില ആളുകൾ മാറി. അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ 2007 ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയ വിചിന്തനം വാരിക, 2007 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഇറങ്ങിയ ഏതാനും ലക്കങ്ങൾ, ആ ലക്കങ്ങളിൽ അന്ന് കൃത്യമായി പഠിപ്പിച്ചതാ ഇതാണ്: മുജാഹിദുൽ തൗഹീദ് പ്രതിസന്ധിയിലോ. 2007 ഫെബ്രുവരി 16. ഈ നിലപാട്, ഈ മുജാഹിദ് പ്രസ്ഥാനം, ഈ KNM, ഈ തൗഹീദ് ഒരു പ്രതിസന്ധിയും ഇല്ലാത്തതാണ്. ഇത് 2012 ജനുവരി വരെ അങ്ങനെ തന്നെ സ്വീകരിച്ചു പോന്നു. 2012 ഫെബ്രുവരിയിൽ ഇതേ വിചിന്തനത്തിൽ സമാനമായ മറ്റു ലേഖനം വന്നു. അവിടെ ഈ തൗഹീദ് അട്ടിമറിച്ചു. അത് വലിയ അപകടം തന്നെയാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇവിടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയ ലേഖനത്തിനുള്ള ഖണ്ഡനമായിട്ടാണ് അബ്ദുൽ ഖാദിർ കരുവമ്പൊയിൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇത് എഴുതുന്നത്. 122ാമത്തെ തുടർ ലേഖനമാണ് ഇത് ഈ വിഷയത്തിലുള്ള. അപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു, മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ സിഹറും കണ്ണേറും അംഗീകരിച്ചിരിക്കുന്നു. അതുവഴി ജിന്നുകൾക്ക് അഭൗതികമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് അവർ സമ്മതിച്ചുവല്ലോ. എന്നാൽ ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് അഭൗതികമായി സഹായിക്കാനും ദോഷം വരുത്താനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞു സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, അതുകൊണ്ട് അവർ ഇത്രയും കാലം പറഞ്ഞ തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു എന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. അതിനെ ഗണ്ണിച്ചുകൊണ്ട് എഴുതുകയാണ്: 8 പതിറ്റാണ്ടു കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദ് എന്താണെന്ന് വിമർശകന് മനസ്സിലായിട്ടില്ല. 8 പതിറ്റാണ്ട് കാലം മുജാഹിദികൾ എന്താണ് തൗഹീദായി പരിചയപ്പെടുത്തിയത് എന്ന് ഫൈസിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഫൈസി ഇത് പറയുന്നത് എന്നർത്ഥം. എന്നിട്ട് പറയാം, മനുഷ്യർക്ക് അദൃശ്യമായത് മലക്കുകൾക്കും ജിന്നുകൾക്കും ദൃശ്യമാകുന്നതും, മനുഷ്യ കഴിവിൽ പെടാത്തത് മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽ പെടുന്നതും മുജാഹിദുകൾ ഒരു കാലത്തും ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മനുഷ്യർക്ക് അദൃശ്യമായത്, എന്നാൽ ജിന്നിന് ദൃശ്യമായത്, മലക്ക് ദൃശ്യമായത്, മനുഷ്യന്റെ കഴിവിൽ പെടാത്തത്, എന്നാൽ ജിന്നിന്റെയും മലക്കിന്റെയും കഴിവിൽപ്പെട്ടത്, അതൊന്നും ഇബാദത്ത് എന്ന വകുപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ട് പറയാം, മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവിൽപ്പെടുന്നതും മുജാഹിദ് ഒരു കാലത്തും ഇബാദത്ത് നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിയുടെ ആരോപണം ശരിയാണെന്ന് അംഗീകരിക്കാമായിരുന്നു. അപ്പൊ ജിന്നിന്റെ കഴിവ്, മലക്കിന്റെ കഴിവ്, അതൊക്കെ അംഗീകരിക്കുന്നതോടുകൂടി ശിർക്കാകും, അത് അഭൗതിക കഴിവായി മാറും എന്ന് മുജാഹിദുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഫൈസിക്ക് ഇപ്പത് പറയാമായിരുന്നു. പക്ഷെ മുജാഹിദ് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാം, മലക്കുകളെയും ജിന്നുകളുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും കഴിവിനപ്പുറമുള്ള കഴിവുകളും അറിവുകളുമാണ് മുജാഹിദുകൾ ഇബാദത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയത്. അദൃശ്യ മാർഗത്തിലൂടെയുള്ള ഗുണദോഷങ്ങൾ പ്രതീക്ഷിക്കുക എന്ന ഇബാദത്തിന്റെ നിർവചനമായി എഴുതിയതിനോടൊപ്പം മനുഷ്യരിൽ നിന്ന് അതീതമായി മലക്കുകളുടെയും ജിന്നുകളുടെയും അറിവിനെയും കഴിവിനെയും അംഗീകരിച്ചതും ചേർത്തു വായിക്കുന്ന മന്ദബുദ്ധി അല്ലാത്ത ഏതൊരാൾക്കും മുജാഹിദുകൾ പറയുന്നതിന്റെ വസ്തുത ബോധ്യമാകും. അഭൗതികമായ കാഴ്ച, അഭൗതികമായ കേൾവി അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് മുജാഹിദുകൾ പറഞ്ഞപ്പോഴും ജിന്നിന് കാഴ്ചയുണ്ട്, മലക്കിന് കേൾവിയുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് എന്തു മനസ്സിലാക്കാം? മുജാഹിദീങ്ങൾ പറഞ്ഞ അദൃശ്യം എന്താണ്, അതിനും അപ്പുറത്താണ് എന്ന് മന്ദബുദ്ധി അല്ലാത്ത ഏതൊരാൾക്ക് മനസ്സിലാക്കാം. ഇതിന് അവസാനം പറയാം, ഈ വസ്തുത നേരത്തെ തന്നെ മുജാഹിദ് ഉയർത്തിയതുമാണ്. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്ക് അതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച്, അഥവാ ജിന്നിന്റെയും മലക്കിന്റെയും കഴിവിനെയോ അറിവിനെയോ കുറിച്ച് അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. ശേഷം കൊടുക്കുക, അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. എന്നിരിക്കെ എങ്ങനെയാണ് അവരുടെ ഇത് പ്രതിസന്ധിയിലാവുക? ഇത് 2012 വരെ മാറിയിരുന്നില്ല. 2012 ഫെബ്രുവരിയിലെ വിചിന്തനത്തിൽ മറ്റൊരു ലേഖനം വന്നു. ആ ലേഖനത്തിന് ഹെഡിങ് തന്നെ ജിന്നുകൾ ഭൗതികമല്ല, അഭൗതികം തന്നെ എന്നാണ്. ഇതിൽ പറഞ്ഞെന്താ? അഭൗതികമാണെന്ന് ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. 5 വർഷം കഴിഞ്ഞപ്പോ ഇതേ വിചിന്തനത്തിൽ വരുന്നു, ഭൗതികമല്ല, അഭൗതികം തന്നെ. അത് 2012 വരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പരിചയമില്ല. KM മൗലവി മുതൽ ഇങ്ങോട്ട് ഈ പ്രസ്ഥാനത്തിന്റെ സംഘടനാ രംഗത്തും വൈജ്ഞാനിക രംഗത്തും നേതൃത്വവും നിർദ്ദേശവും നൽകിയവരാരും ആ നിലയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുമില്ല. 2012 പുതിയ ഒരു കണ്ടുപിടുത്തമുണ്ടായി. ആ കണ്ടുപിടുത്തവുമായി നടക്കുന്ന ഏതാനും ആളുകളെയാണ് താങ്കൾ KNM എന്നോട് ഉദ്ദേശിച്ചതെങ്കിൽ അത് വലിയ അപകടമുള്ള വിശ്വാസം തന്നെയാണ്. അതല്ല, ഇതിന്റെ തുടർച്ചയായി KNM എന്ന ആദർശ പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരായ ഈ ഇരിക്കുന്ന ആളുകളാണ് ഉദ്ദേശിച്ചതെങ്കിൽ അവിടെ തൗഹീദിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ചെറിയൊരു കൂട്ടിച്ചേർക്കൽ മാറി സാർ. ഒരു മിനിറ്റ്. ഇവിടെ CD ടവർ ആസ്ഥാനമായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ തൗഹീദിന് വല്ല കുഴപ്പവും ഉണ്ടോ എന്നതാണ് സുഹൃത്തിന്റെ സംശയം. യഥാർത്ഥത്തിൽ കുഴപ്പങ്ങളേ ഉള്ളൂ. ഇവിടെ ഫൈസൽ മൗലവി വിശദീകരിച്ചു. നമ്മൾ മഹാനായ കുഞ്ഞീദ് മദനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ജീവൻ എന്ന പുസ്തകം വായിച്ചാൽ ഇന്ന് ഇരുന്ന് വായിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ ഈ CD ടവറിന്റെ ആളുകൾക്ക് പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാകും. കുഞ്ഞീദ് മദനി പറഞ്ഞ ഒരു വാചകം ഞാൻ വായിക്കാം. എന്നാൽ അബോധികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്തുവാനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല. എന്നാൽ അബ്ദുറഹ്മാൻ സലഫി ഒദായിൽ വെച്ച് പ്രസംഗിച്ച ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ജിന്നിന്റെ കഴിവ് അബോധികമാണ്. ജിന്നിന്റെയും മലക്കിന്റെയും കഴിവുകളും അബോധികമാണ്. അപ്പൊ ജിന്നിന്റെ കഴിവ് അബോധികമാണെന്ന് വരുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട അബോധിക കഴിവ് ജിന്നിനും മലക്കിനും വകവെച്ചു കൊടുത്തു. ഇതാണ് ഏറ്റവും വലിയ അബദ്ധം. തൗഹീദിൽ വരുന്ന തൗഹീദിന്റെ ആണിക്കല്ലിനെ തകർക്കുന്ന അബദ്ധമാണിത്. ഇത് ഒന്ന് മാത്രം. ഇനി രണ്ടാമത്തെ വിഷയം തൗഹീദിലുള്ള അബദ്ധമാണ് ഈ പറയുന്നത്. നമുക്കറിയാം, ഇൻ തദഉഹും ലാ യസ്മഉ ദുആക്കും. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹു അല്ലാതെ പ്രാർത്ഥന കേൾക്കുകയില്ല, അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. എന്നാൽ പുളിക്കലിൽ വെച്ചുകൊണ്ട് നാസർ സുല്ലമിയും അതുപോലെ തന്നെ ഹനീഫ് കായക്കുടിയും അടക്കമുള്ള ആളുകൾ പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരും പ്രാർത്ഥന കേൾക്കും. ഇത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച തൗഹീദിന് ഘടകവിരുദ്ധമാണ്. അല്ലാഹു മാത്രമേ ദുആ കേൾക്കുകയുള്ളൂ, പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. ഇസ്ലാമിന്റെ ആണിക്കല്ലിനെ കടക്കൽ കത്തിവെക്കുന്ന ആദർശമാണ് അല്ലാഹു അല്ലാത്തവരും പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസം. ഇത് AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് അബദ്ധമാണെന്ന് APക്ക് മനസ്സിലായി. പക്ഷെ ആ അബദ്ധം ഇപ്പോഴും തിരുത്തിയിട്ടില്ല. മൂന്നാമത്തെ വിഷയം നമുക്കറിയാമല്ലോ, തൗഹീദിന്റെ ആണിക്കല്ലാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, അതുപോലെ തന്നെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ആ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യന്മാർ ഒഴിവാണ്.
അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആ ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യന്മാർ ഒഴിവാണ് എന്ന് അക്ബറിനെ പോലെയുള്ള ആളുകൾ പ്രസംഗിച്ചു. അത് നോട്ടീസാക്കി വിതരണം ചെയ്തു. അത് വ്യാപകമായി കൊണ്ട് പ്രചരിപ്പിച്ചു. ഇസ്ലാമിന്റെ ആണിക്കല്ലാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇസ്ലാമിന്റെ തൗഹീദിന്റെ ആണിക്കല്ലാണ്. ആ ആണിക്കല്ലിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുന്നു അവർ. തൗഹീദിൽ കുഴപ്പമുണ്ടോ അല്ലേ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. നാലാമത്തെ വിഷയം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു ദുർവ്യാഖ്യാനിച്ചു. അതേപോലെ തന്നെ ഇന്നമാ ദാലികും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും വഖാഫൂനി എന്ന ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ 175-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ വഅന്നഹു ഖാല റിജാലു മിനൽ ഇൻസി യഊദൂന ബിരിജാലി മിനൽ ജിന്നി ഫസാദൂഹും റഹഖ എന്ന ആയത്ത്. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അല്ലെങ്കിൽ ഒരുപാട് ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥയുണ്ടായി. എന്തുകൊണ്ട്? തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചു. അതുപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളോട് ഒരു പുച്ഛ മനോഭാവം. അതുകൊണ്ടാണ് അഴിജലം സമ്മേളനത്തിലിറങ്ങിയ സൊവനീറിന്റെ ഒരു ലേഖനം കാണാം. എന്ന് സന്ധ്യാസമയമായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടലേക്ക് തടഞ്ഞു വെക്കണമെന്നൊരു മൗലവി തട്ടിവിട്ടു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ സംബന്ധിച്ച് ഒരു മൗലവി തട്ടിവിട്ടു എന്ന പരാമർശം. അപ്പോൾ തൗഹീദിൽ അബദ്ധമുണ്ട്, ഏറ്റവും വലിയ അബദ്ധമുണ്ട്. ഇത് മാത്രമല്ല, നിലവിളക്ക് കൊളുത്തിയ ഒരാളുടെ വീണ്ടും പരസ്യമായിക്കൊണ്ട് മാപ്പ് പോലും പറയാതെ അദ്ദേഹത്തെ വീണ്ടും അതിലേക്ക് തെരഞ്ഞെടുത്തു. ഞാൻ അത് പറയാനല്ല പറഞ്ഞത്, നേരെ മറിച്ച് തൗഹീദിൽ അബദ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇയ്യാക നഅ്ബുദുൽ അബദ്ധമുണ്ട്. അബൗദികമായ കഴിവുകൾ അള്ളാഹു ഇല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥന അള്ളാഹു ഇല്ലാത്തവർ കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അബദ്ധമാണ്. നേരെ മറിച്ച് ഇപ്പുറത്തേക്ക് അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. ഇതാണ് ആ കാര്യവുമായി സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ മൈക്കൊക്കെ ഫ്രീ ആക്കി വിട്ടു, ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലുള്ള ഉപചോദ്യം, ഞാനൊരു SSF കാരനായിരുന്നു. ഞാനൊരു മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള ഒരു കാരണം, ഒരു ചോദ്യം ചോദിച്ചാൽ വ്യക്തമായി ഒരു 3-4 മിനിറ്റ് മതി ആ ഉത്തരം ഖുർആനിന്റെ മാനദണ്ഡം അനുസരിച്ച് മനസ്സിലാക്കാൻ. ഇവിടെ നിങ്ങൾ 2 ആള് പറഞ്ഞു. എൻ്റെ ചോദ്യം എന്താ? വിശ്വാസം എന്ത് ഷിർക്കാണ് കേനം ചെയ്യുന്നത്? പ്രബോധനം ചെയ്യുന്ന ഷിർക്ക് എന്താണ്? എന്നിട്ട് ആ ഷിർക്കും അത് നിങ്ങൾ ഖുർആനിക ആയത്തും വെച്ച് കമ്പയർ ചെയ്യുക. ഇത് ഷിർക്കാന്ന് നിങ്ങൾ വാദിക്കുക. അങ്ങനെ ചെയ്യേണ്ട നിങ്ങൾ ഒരുപാട് ഫൈസൽ മുസ്ലിയാർ ഈ ചെയ്യുന്ന രീതി തന്നെ തെറ്റാ. ഒരാള് പറയാ, രണ്ടാമത് വേറെ ആൾ എണീറ്റ് നിൽക്കുക. ഇവിടെ ഒരുപാട് നിങ്ങൾ സംസാരിക്കുക. ഇപ്പൊ എനിക്കും പറയേണ്ടി വരുന്നത്, നിങ്ങൾ കുറച്ച് പറ, ഞാനും കുറച്ച് പറയാം. ഓക്കെ അല്ലേ? അപ്പോ എന്റെ ചോദ്യം എന്താണ്? വിശ്വാസം അതേപോലെ എന്ത് ഷിർക്കൻ പ്രബോധനമാണ് കേനം നടത്തുന്നത്? അതേപോലെയുള്ള സാധാരണക്കാരാണ് ഞാൻ, എന്ത് ഷിർക്കാണ് കേനം ചെയ്യുന്നത് കർമ്മപഥത്തിൽ? സഹോദരൻ ഇപ്പം 3 മിനിറ്റ് എടുത്ത് ചോദ്യം ചോദിക്കാനേ. അപ്പൊ ഞാൻ ഉത്തരം ചുരുങ്ങിയതൊരു 4 മിനിറ്റ് ഇങ്ങനെ വെച്ചൂടെ? അപ്പൊ അതിനെപ്പറ്റി വിശദീകരിച്ചത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടത് എന്ന് വിചിന്തനം എഴുതിയ, ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയില്ല എന്ന് എഴുതിയ സംഗതി അതേ വിചിന്തനത്തിൽ മാറ്റി എഴുതി. നമ്മൾ എന്ത് മനസ്സിലാക്കണം? വിചിന്തനമായ എന്ത്? അഭൗതികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അതേ സംഗതി 5 കൊല്ലം കഴിയുമ്പോൾ മറ്റൊരു ഫെബ്രുവരിയിൽ, ഇതും ഫെബ്രുവരി അതും ഫെബ്രുവരി, മറ്റൊരു ഫെബ്രുവരിയിൽ അതേ വിചിന്തനത്തിൽ എഴുതുന്നു, ജിന്നുകൾ ഭൗതികമല്ല അഭൗതികം തന്നെ. അവിടെ മാറ്റം വന്നു എന്നാണോ വന്നിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തൗഹീദാണ് വിഷയം. ഇവിടെ പറഞ്ഞെന്താ? ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവുകൾ അഭൗതികമാണെന്നോ കാരണ ബന്ധങ്ങൾക്കതീതമാണെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. ആ നിലപാടിൽ ഇപ്പൊ നിങ്ങളുണ്ടോ? അത് മനസ്സിലാക്കിയ പോലെ അന്നും ഇന്നും എന്നും ഞങ്ങൾ ഇപ്പോഴും ഇതിലുണ്ട്. ഈ വിചിന്തനം വേണമെങ്കിൽ എത്ര കോപ്പിടുത്തും ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റും. എന്നാൽ ഇന്ന് KNM എന്ന സംഘടനയെ അന്യായമായി കൈയടക്കി വെച്ച ആളുകൾക്ക് ഈ വിചിന്തന, ഈ ലേഖനം പുനഃപ്രസിദ്ധീകരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു നോക്കി. ഇനി ഇതേപോലെ അടുത്തൊരു ലക്കം വിചിന്തനത്തിൽ ഈ ലേഖനം അങ്ങനെ തന്നെ എടുത്തു കൊടുക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ മുജാഹിദ് സെന്റർ കത്തെഴുതി ചോദിച്ചു നോക്കുകയാണ്. കഴിയില്ല. എന്നാൽ ഇത് അതേപോലെ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റും. എത്രയോ വേദികളെടുത്ത് ഇപ്പോഴും വായിക്കുന്നു. ഞങ്ങൾ പുസ്തകമാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പല പുസ്തകം ഇറക്കിയപ്പോൾ അവിടേക്ക് ഇത് അങ്ങനെ തന്നെ എടുത്തു കൊടുത്തു.
ഇപ്പോഴും ഇത് വായിക്കുന്നു. ഇത് ഇതേപോലെ ഞങ്ങൾ ഇത് ഇപ്പോഴും അംഗീകരിക്കുന്നു എന്ന് പറയാൻ സംഘടനയെ അന്യായമായി കൈയടക്കി വെച്ച ആൾക്ക് ഇപ്പൊ കഴിയില്ലെങ്കിൽ എന്തോ ഒരു മാറ്റം വന്നു എന്നല്ല അർത്ഥം. ഈ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നല്ല അർത്ഥം. അത് തന്നെയാണ് പറഞ്ഞബദ്ധം. അള്ളാഹ്ക്ക് മാത്രം എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകൾ അത് ജിന്നിനും മലക്കിനും ഉണ്ട് എന്ന് ലേബലിൽ ചില ആളുകൾ പറഞ്ഞൊപ്പിച്ചു. അതിലൂടെ ഉണ്ടായി വന്ന അപകടങ്ങളാണ് മാലിക് ശരീഫ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ പ്രയാസമുള്ളതിന് നമുക്ക് നിർവാഹമൊന്നുമില്ല. ഈ വാദം മാറ്റേണ്ടി വന്നപ്പോൾ ഉണ്ടായ അപകടങ്ങൾ ഞാൻ അവിടെ നിൽക്കൂല, അതിനപ്പുറത്തേക്ക് ഇനിയും പോകും. അതുകൊണ്ടാണ് നൗഷാദ് അഹ്സനി മൂവാറ്റുപുഴ സംവാദത്തിൽ ചോദിച്ചത്. നിങ്ങൾ പഴയ സഫേരാണല്ലോ. നൗഷാദ് അഹ്സനി മൂവാറ്റുപുഴ സംവാദത്തിൽ ചോദിച്ചു, അങ്ങനെയാണ് ഈ കായക്കുടി നിങ്ങളും ശിർക്കിലല്ലേ? കാരണം സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ പിശാചിന് ഇടപെടൽ ഉണ്ടാകണം. പിശാചിന്റെ കഴിവ് അഭൗതികമാണെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ പിശാച് ഇടപെടുകയും ചെയ്യണമെങ്കിൽ അഭൗതിക മാർഗത്തിൽ പിശാച് ഇടപെടുമെന്ന് പറയണ്ടേ? ഇത്രയും കാര്യം നിങ്ങൾ പറഞ്ഞെന്താ? അഭൗതിക മാർഗത്തിൽ അള്ളാഹു മാത്രമേ ഇടപെടുകയുള്ളൂ. ഇപ്പൊ പിശാചും ഇടപെടും നിങ്ങൾ വിശ്വസിക്കേണ്ടി വന്നില്ലേ? അപ്പൊ നിങ്ങളും ശിർക്കിലല്ലേ? എന്താ കായക്കൂടി പറഞ്ഞത്? അതിനെ വിശ്വസിച്ചാൽ ശിർക്കില്ല, അത് തേടിയാലേ ശിർക്കുള്ളൂ. അപ്പോഴാണ് നൗഷാദിന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ മൊയ്തീൻ ശൈഖ് സഹായിക്കും ഞങ്ങൾ വിശ്വസിച്ചു, ശിർക്കാവൂലല്ലോ. എന്താ പറയാ? അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഈ വക വേദികളിൽ പരസ്മുസ്യാൽ കൊടുവള്ളിൽ പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ ഇവര് 10 മുഖാമുഖം നടത്തട്ടെ. അതിനുശേഷം അൽഹംദുലില്ലാ എത്ര നടത്തി നമുക്കെല്ലാം അറിയില്ല. എന്നാൽ അതിനുശേഷം അത്തരം രംഗത്ത് നമ്മൾ അവരാരെയും കണ്ടില്ല. ഈ അനസ്മുസ്യാലെയോ കായക്കുടിയെയോ ആ നിലക്കുള്ള ആളുകളെ ഒന്നും ആ രംഗത്ത് കണ്ടു. ഒന്നുമല്ലാത്ത ഏറ്റവും ദുർബലന്മാരായ ഏറ്റവും സാധുക്കളായ ഞങ്ങളെപ്പോൾ ആളുകളാണ് പിന്നെ ആ രംഗത്ത് വന്നത്. അത് വേറെ ഒരു കഴിവ് കൊണ്ടോ വേറെ ഇൽമുണ്ടൊന്നുമില്ല. എല്ലാ കിതാബും കാണാപ്പാടം പഠിച്ചിട്ടോ എല്ലാ ഇൽമും തികഞ്ഞിട്ടൊന്നുമല്ല. ഈ നിലപാടിന് മാറിയിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആരെങ്കിലും കയറിക്കാം. ഒരു മസാല ചോദിക്കുമ്പോൾ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പോളിസിയിൽ നമുക്ക് ഒരിക്കലും അബദ്ധം പറ്റിയിട്ടില്ല എന്ന ബോധ്യമാണത്. മറ്റവർക്ക് പോളിസിയിൽ അബദ്ധം പറ്റി എന്ന് അവർക്കും ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പ് ഒന്നും ഇങ്ങനെ നിന്നൊടുക്കാത്തത്. ഞങ്ങളെ സംബന്ധിച്ചപ്പോ ഈ മാസത്തിൽ തന്നെ എത്ര മുഖാമുഖമായി എന്നറിയോ? ഇനിയിപ്പോ നിശ്ചയിക്കപ്പെട്ടത് 5ഓ 6ഓ ഈ ജനുവരി തന്നെ ഉണ്ട്. അത് എന്തുകൊണ്ട്? ലോകത്തിലെ എല്ലാ ഇൽമും പഠിച്ചിട്ടൊന്നുമില്ല, എല്ലാ കിതാബും അറിഞ്ഞിട്ടുമല്ല. പോളിസിയിൽ തെറ്റില്ല എന്ന് ഉറപ്പുണ്ട്. പിന്നെ ഒരു വിഷയം ചോദിക്കുമ്പോൾ അറിയില്ലെങ്കിൽ അത് അറിയാതെ പറഞ്ഞാൽ മതി, എന്നാൽ മറ്റൊരിക്കൽ പറയാൻ കഴിയില്ല എന്ന് നമുക്ക് ബോധ്യമാണ്. അവിടെ നിങ്ങളത് ആത്മാർത്ഥമായി പഠിക്കുക, അപ്പോൾ നിങ്ങൾക്കത് ബോധ്യം വരും. ഒരു മിനിറ്റ്. ഇവിടെ സഹോദരൻ ചോദിച്ചു കർമ്മരംഗത്ത് എന്താണ് ശിർക്ക് എന്ന്. യഥാർത്ഥത്തിൽ ഒരു കാര്യം ശിർക്കാവണമെങ്കിൽ അത് കർമ്മമായി ചെയ്യണം എന്നില്ല. ആ ഒരു അബദ്ധത്തിൽ നിന്നാണ് ചോദ്യം വന്നതെന്ന് തോന്നുന്നു. അതായത് പിന്നെ അള്ളാഹു അല്ലാത്തവരോട് നേരിട്ട് പ്രാർത്ഥിക്കണമെന്നില്ല ശിർക്ക് വരാൻ. അള്ളാഹുവിനുള്ള ഒരു കഴിവ്, അത് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പടപ്പിന്, ഒരു കഴിവ് അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു പടപ്പിന് വകവെച്ചു കൊടുത്താൽ തന്നെ ശിർക്ക് സംഭവിച്ചു. അബോധികമായി സഹായിക്കാൻ കഴിയുക, ഒരു കാര്യകാരണവുമില്ലാതെ സഹായിക്കാൻ കഴിയുക എന്ന കഴിവ് അള്ളാഹുവിന്റെ കഴിവാണ്. ആ കഴിവ് ജിന്നിനും മലക്കിനും വകവെച്ചു കൊടുത്താൽ അത് തന്നെയാണ് ശിർക്ക്. പിന്നെ കർമ്മരംഗത്ത് വരണമെന്നില്ല. അപ്പൊ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കലാണ്. അപ്പൊ ഒരു കർമ്മരംഗത്ത് ഞങ്ങൾ എവിടെ ശിർക്ക് എന്ന് ചോദിച്ചാൽ ആ കർമ്മരംഗത്ത് ചെറിയണമെന്നില്ല, വിശ്വാസത്തിലാണ് ശിർക്ക് വരിക. അപ്പൊ മൊയ്തീൻ ശൈഖിന് ഒരാൾ പ്രാർത്ഥിക്കുന്നില്ല, നേരെ മറിച്ച് എവിടെ വിളിച്ചാലും മൊയ്തീൻ ശൈഖിന് കാണാനും കേൾക്കാനും അറിയാനുമുള്ള കഴിവ്, അബോധികമായ കഴിവ് മൊയ്തീൻ ശൈഖിനോട് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി. ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്നിന്റെ കഴിവുകൾ അബോധികമാണ് എന്ന് പറയുന്നതിലൂടെ തന്നെ ശിർക്ക് വന്നു. പിന്നെ അവിടെ ജിന്നിനെ വിളിച്ച് സഹായം ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അപ്പൊ വിശ്വാസത്തിലാണ് ശിർക്കിന്റെ ഉറവിടം. ഇവിടെ അള്ളാഹുവിന്റെ ദാത്തിലോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അബോധികമായ കഴിവ് എന്ന ആ വിഷയത്തിൽ, അള്ളാഹുവിന് മാത്രമുള്ള ആ വിഷയത്തിൽ പ്രാർത്ഥന കേൾക്കുക, ഇതാർക്കുള്ള സിഫത്താണ്? അള്ളാഹുവിനുള്ള സിഫത്താണ്. അതിനാണ് ഇവിടെ ജിന്നിനെയും മലക്കിനെയും പങ്കു ചേർത്തിരിക്കുന്നത്. അപ്പൊ ജിന്നെ മലക്കെന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെന്നില്ല. അള്ളാഹുവിന്റെ സമീഉ ദുആ, പ്രാർത്ഥന കേൾക്കുക എന്ന വിശേഷണം അത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അത് ശിർക്കാണ്. അപ്പൊ അത് പിന്നെ കർമ്മരംഗത്ത് എവിടെ ശിർക്ക്? കർമ്മരംഗത്ത് വരണമെന്നില്ല, വിശ്വാസ രംഗത്ത് ഉണ്ടായാൽ തന്നെ അത് ശിർക്കാണ്. മറുപടി പറയണമെന്നുള്ളത്, ഞങ്ങൾ രണ്ടാൾക്കാരും മുഖാമത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. ഒരാൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപചോദ്യം ഉണ്ടെങ്കിൽ അതിന് ആഡ് ചെയ്യണമെങ്കിൽ രണ്ടാൾ മറുപടി പറയും. ഈ 2-3 ആളൊക്കെ മറുപടി ആണെങ്കിൽ മറുപടി ആകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആളെ എണ്ണത്തിലല്ല അതിന്റെ പ്രാധാന്യം.
ഞാൻ സക്കരിയ സലാഹിൻ്റെ ഒരു പ്രസംഗം കേട്ട് ഒരു വ്യക്തിക്ക് ജിന്ന് ഇത് കൂടിയിട്ട് ഹിഫ്സുർ റഹ്മാൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഞാൻ തികച്ചും സംഘടനാപരമോ വിഭാഗീയതൊന്നുമല്ല ചോദിക്കുന്നത്, അറിയേണ്ടിയിട്ട് ചോദിക്കാം. കഴിഞ്ഞ ശനിയാഴ്ച കായക്കൊടി കൊയിലാണ്ടിയിൽ വെച്ച് അത് വിശദീകരിച്ച് പറഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇയാൾ സക്കരിയ സലാഹി ഈ വ്യക്തിക്ക് ഖുർആൻ്റെ CD ഇട്ട് കൊടുത്തപ്പോൾ വയലൻ്റ് ആകുകയും സക്കരിയ സലാഹിൻ്റെ ലാപ്ടോപ്പും ഫോണും മൈക്കും എന്തെല്ലാം അടിച്ച് തകർക്കുക എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അല്ല ചോദിക്കാം, ഓർക്കാൻ പ്രശ്നം എഴുതിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം കൊടുത്തൊരു കാര്യം, ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വയറ്റിലേക്ക് വിഷം തരുന്നതാണ്. ഈ വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് വയലൻ്റാണ്. അതിൻ്റെതായ ചികിത്സ എന്ന് വെച്ചാൽ കോട്ടക്കലായിട്ട് വെച്ചാലിനൊക്കെ അതിൻ്റെ ചികിത്സ ഉണ്ട്. പിന്നെ ഖുർആൻ ഓതി മന്ത്രിച്ചാൽ അവർക്ക് ശമനം വരികയും ചെയ്യും. ഖുർആൻ കേട്ടാൽ അത് തൗഹീദുള്ള ഇഖ്ലാസുള്ള നല്ല മനുഷ്യന്മാർ ഖുർആൻ ഓതി മന്ത്രിച്ചാൽ അതിന് ഇത് കിട്ടും. പക്ഷെ അതൊരു കച്ചവടം അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അതാണ് എൻ്റെ ചോദ്യം. അതായത് നമ്മളും താങ്കളോടൊപ്പം ഉണ്ട് ആ വിഷയത്തിൽ, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. കച്ചവടമാക്കാൻ പാടില്ല, ഒരു ബിസിനസ്സായി സ്വീകരിക്കാൻ പാടില്ല. ആ വിഷയത്തിൽ പ്രമാണം പഠിപ്പിച്ച നിലപാട് താങ്കൾ ഇപ്പൊ പറഞ്ഞു തന്നെയാണ്. വിഷവുമായി ബന്ധപ്പെട്ടതാണോ ആ നിലക്കുള്ളതാണോ, കോട്ടക വിഷയം തന്നെ പറഞ്ഞ വേറെ എവിടെയാവാം. അതിന് പറ്റുന്ന ഏത് ഡോക്ടറെയും പോയി കാണാം, അതിന് ന്യായമായ ചികിത്സ തേടാം. അതോടൊപ്പം റബ്ബിലേക്ക് പ്രാർത്ഥിക്കാം. അതാണ് മന്ത്രങ്ങൾ. അനുവദിക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങൾ സ്വീകരിക്കാം, സ്വയം ചെയ്യാം. ബാപ്പാക്കും മക്കൾക്കും ഭാര്യക്കും ഭർത്താവിനും ഉമ്മക്കും മക്കൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തു കൊടുക്കാം. അത് ഇസ്ലാം അനുവദിച്ചതാണ്. അതൊരു ഏർപ്പാടാക്കി അതൊരു ബിസിനസ്സാക്കി അതിന് ബോർഡ് വെച്ച് ആളിരുന്ന് നിൽക്കേണ്ട കാര്യമില്ല. ഖുർആൻ ഓതാൻ കഴിയുമെങ്കിൽ ഓതാം, ഞങ്ങൾക്ക് ഓതാൻ കഴിയില്ല മറ്റുള്ള ഓതുന്നത് കേൾക്കാം, പ്രശ്നമില്ല. ചിലപ്പോൾ ഈ ഒരു രോഗിക്ക് ഓതാൻ കഴിഞ്ഞോളന്നില്ല, അവൻ മറ്റുള്ള ഓതിക്കോട്ടെ, ആ ഓത്തൊക്കെ കേൾക്കാം. സീഡിട്ട് കേൾക്കുകയാണോ അതൊക്കെ കേൾക്കാം, എങ്ങനെയും ആവാം. ഏറ്റവും നല്ല അയാൾ ഓതലാണ്. അയാൾ തന്നെ ഓതി അയാൾ തന്നെ പ്രാർത്ഥിച്ച് റബ്ബിലേക്ക് മടങ്ങുന്നുവെങ്കിൽ ഏറ്റവും ഹൈറ് അതാണ്. ഒരു പക്ഷേ രോഗി പറ്റാവശനായി കിടക്കുകയാണ്, അപ്പോൾ വാപ്പാക്ക് അടുത്ത് നിന്നിട്ട് ഖുർആൻ ഓതി കൊടുക്കാം, ഭാര്യയ്ക്ക് ഓതി കൊടുക്കാം, മക്കൾക്ക് ഓതി കൊടുക്കാം. ആരാണോ ഖുർആൻ ഓതാൻ പറ്റിയതെങ്കിൽ അത് ഓതി കൊടുക്കാം. അതിന് ഹിസ്ബുർ റഹ്മാൻ തന്നെ പോകേണ്ട ആവശ്യമില്ല, അതിന് ഒരാളെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. എല്ലാവർക്കും പറ്റുന്ന പണിയാണ്. എല്ലാവരും യഥാർത്ഥ റുഖയ്യകൾ പഠിക്കുകയും എല്ലാവരും റാഖിമാരായി മാറുകയും ചെയ്യുക എന്നതാണ് പ്രമാണത്തിന്റെ സ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഒരാൾ പ്രത്യേക സ്പെഷ്യലായി അവിടെ ഇരുന്ന് അയാളത്ത് പോയി അയാളത്ത് ചെന്നെങ്കിലേ ഇത് റുഖിയാവുള്ളൂ എന്നൊന്നുമില്ല. എന്നാൽ അതിന് പറ്റാവുന്ന ആരെയും നമുക്ക് ഉപയോഗപ്പെടുത്താം. വയലന്റായി ഓടിയ ആളൊക്കെ ഉണ്ട്, പിടിച്ചാൽ കിട്ടാത്ത ആവാം, വയലന്റ് ആവാം. അതിനിപ്പോ ഓതിയാലും ഉണ്ടാവാം, ചിലപ്പോൾ ഓതിലെങ്കിലും ഉണ്ടാവാം. ഒന്നും ഓതാതെ വയലന്റ് ആണ് മനുഷ്യന്മാരുണ്ട്. അത് പല കാരണങ്ങളുണ്ടാവാം. ഓതിയാൽ മാത്രമേ വയലന്റ് ആകൂ എന്നില്ല. റുഖിയ ശിർക്കിയെ കൊണ്ട് വയലന്റ് ആകുന്നവരുണ്ട്. റുഖിയ ശിർക്കിയെ കൊണ്ടും വയലന്റ് ആകും. ശൈത്താനെ പൂജിച്ച് ശൈത്താനെ പ്രീതിപ്പെടുത്തി ആ നിൽക്കുന്ന മന്ത്രങ്ങൾ, തങ്ങന്മാരും ബീവിമാരും ഖോജന്മാരും ശൈഖന്മാരും സിദ്ധന്മാരും നടത്തുന്ന മന്ത്രങ്ങൾ റുഖിയ ശിർക്കിയാണ്. അവിടെയും വയലന്റ് ആവലുണ്ട്. അപ്പൊ വയലന്റായി എന്നുകൊണ്ട് മാത്രം അത് ഒരു ഇസ്ലാമിന് അനുകൂലമായതോ ഇസ്ലാമിന് എതിരായതോ ആവണമെന്നില്ല. അത് രോഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് മാറ്റങ്ങൾ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. അല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും. ഞാൻ ഈ അടുത്ത എടച്ചേരി സ്വദേശി അഷ്റഫ്. ശിർക്കായ മൗലീദിന് നേതൃത്വം കൊടുക്കുകയും ജാറത്തിലും കെട്ടിപ്പൊക്കിയ മക്ബറകളിലും കഴിവുണ്ടെന്ന് പറഞ്ഞ് അറിവില്ലാത്ത ജനങ്ങളെ അതിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ നമസ്കരിക്കാമോ? പ്രത്യേകിച്ചും ഇസ്ലാഹി പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ഇതൊന്നും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ ഒരു ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുമോ എന്നതാണ് ചോദ്യം. വ്യക്തമായ ശിർക്കിന്റെ പ്രചാരകനും ആ ശിർക്ക് ഉൾക്കൊള്ളുന്ന ആളും വിശ്വസിക്കുന്ന ആളും അതിലേക്ക് ആളെ കൂട്ടുന്ന ആളുമാണെങ്കിൽ അയാളെ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല, സംശയമൊന്നുമില്ല. അയാളെ നിസ്കാരവും ശരിയല്ല, ബാക്കിയുള്ള ആൾക്ക് മാത്രമേ അയാളെ നിസ്കാരവും ശരിയല്ല. ശിർക്ക് ചെയ്ത എല്ലാ അമലും ബാത്തിലാണ്. നബിയോട് പോലും ഖുർആൻ പറഞ്ഞ ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, പ്രവാചകരെ താങ്കൾ ശിർക്ക് ചെയ്താലും താങ്കളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. സൂറത്ത് സുമറിലെ 65-ാമത്തെ വചനം. സൂറത്ത് അഹ്റാഫിൽ അല്ലാഹു തആല 18 പ്രവാചകന്മാരെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. 85-ാമത്തെ ആയത്ത് വരെയായി.
ശേഷം 86-ാമത്തെ ആയത്തിൽ ആ പ്രവാചകന്മാരുടെ അനുയായികളെ പറ്റിയും പരാമർശം വന്നു. 87-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇവരാര് ശിർക്ക് ചെയ്താലും ശരി ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത എല്ലാ അമലും ബാത്തിലായി പോകും. അതാണ് ഇസ്ലാം അതിൽ പഠിപ്പിച്ച നയം. ആ ശിർക്ക് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ലോകത്താര് ചെയ്താലും ഒന്നാമതായി അവരുടെ എല്ലാ അമലും ബാത്തിലാവും. ഇനി അതൊന്നും അല്ല, നമുക്ക് ഒരാളെ പിന്നെ പോയി നിസ്കരിക്കുമ്പോൾ അയാളുടെ വിശ്വാസം എന്താണ്, കർമ്മം എന്താണ് എന്നൊന്നും അന്വേഷിക്കാനും ചോദിക്കാനും നമ്മോട് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ വ്യക്തമായി ജാറത്തിനെ പോയി പ്രാർത്ഥിക്കുന്ന, അതിന് നേതൃത്വം നൽകുന്ന, ശിർക്കിന്റെ പ്രചാരമായി നിൽക്കുന്ന, അതിലേക്ക് ആളെ കൂട്ടുന്ന, അതിന്റെ ഒരു ആളായി നടക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ പിന്നെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമല്ല, അയാളുടെ നിസ്കാരം സ്വീകാര്യമല്ല. അത്തരം ജമാഅത്തെ കൂടാൻ നമുക്ക് ബാധ്യതയുമില്ല. അല്ലാഹു അഅലം. അതിന്റെ ഒരു ഉപചോദ്യം, ഈ പോകുന്ന പണ്ഡിതൻ ഇത് ഷിർക്കാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല, അവരെ മുൻകഴിഞ്ഞ തലമുറക്കാർ ഇത് ഷിർക്കാണെന്ന് വിശ്വസിച്ചിട്ടില്ല, അപ്പൊ ഇതും ഷിർക്കാവില്ല, ഷിർക്കല്ല എന്നുള്ള ഒരിതിൽ തന്നെ അവർ ഇത് ചെയ്യുന്നത്, മൗലൂദിന് പോകുന്നതും ജാറത്തിൽ പോകുന്നതും. അപ്പോ നമുക്കിത് ഷിർക്കാണെന്ന് അറിയാം, അങ്ങനെയുള്ള അവസരത്തിൽ ശരിയാവുമെന്നാണ് എൻ്റെ ചോദ്യം. എന്തു ന്യായങ്ങൾ പറഞ്ഞാലും ഷിർക്ക് വളരെ ഗൗരവം തന്നെയാണ്. സാധാരണ നാട്ടിലെ മുസ്ലിയാക്കന്മാർക്കൊക്കെ അറിയാം ഇത് ഷിർക്കാന്നുള്ളത്. നമ്മളെ മുമ്പിൽ ഒരു അറിയുന്നില്ല ഷിർക്കല്ല എന്ന് ഒരു ന്യായം പറയുന്നതല്ലാതെ ആയത്ത് ദുർവ്യാഖ്യാനിക്കണം അവര്, അത് അവർക്കും അറിയാം. ആ ആയത്തിന് അവർ കൊടുത്ത അർത്ഥം ലോകത്ത് ആരും കൊടുത്തിട്ടില്ല എന്ന് അവർക്കും അറിയാം. പിന്നെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ന്യായങ്ങൾ പറയുന്നു, ഇത് പുണ്യമാണ്, ഇത് ഷിർക്കല്ല എന്ന് ന്യായങ്ങൾ പറയുന്നു. സാധാരണക്കാർ ഒരു പക്ഷേ മുസ്ലിയാക്കന്മാർ ഇത് കേട്ട് അങ്ങനെ തെറ്റിദ്ധരിച്ച് പെട്ട സാധാരണക്കാരുണ്ടായേക്കാം. എന്നാൽ ഇതിന്റെ പ്രചാരകരായ മുസ്ലിയാക്കന്മാർ അവർക്കത് കൃത്യമായി അറിയാം, ഇത് ശരിയല്ല, ഇത് തെളിവില്ല. ആയത്ത് അവർ ഓതും, പക്ഷെ ഈ ആയത്തിന് ഏത് തഫ്സീറാ ഉസ്താദ് നിങ്ങൾ പറഞ്ഞ അർത്ഥമുള്ളത് എന്ന് വെച്ചാൽ ഉസ്താദ് ചൂടാകുകയുള്ളൂ, തഫ്സീർ ഇട്ട് വരൂല. ഇപ്പൊ 2 ദിവസം മുമ്പ് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട മുഖാമുഖമുണ്ടായി മലപ്പുറം ജില്ലയിൽ മമ്പാട് എന്ന സ്ഥലത്ത് വെച്ച്, പന്തലിങ്കൽ. അവിടെ AP സുന്നികളുടെ സ്ഥിരം ചോദ്യകർത്താവായ മുസ്ലിയാർ വന്നു, മൗലിദിന് ആയത്തും ഹദീസും കൊണ്ട് തെളിയിക്കാന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങളൊരു ആയത്തോ ഹദീസോ ഓതുന്നുവെങ്കിൽ ആ ആയത്തിനും ഹദീസിനും ഹിജ്റ 450 കൊല്ലം ജീവിച്ച ഏതെങ്കിലും ഒരാള് നിങ്ങൾ പറഞ്ഞ അർത്ഥം പറഞ്ഞ് നിങ്ങൾ കാണിക്കണം. അയാൾ മിണ്ടാൻ കഴിഞ്ഞില്ല. ഹിജ്റ 1 മുതൽ 450 വരെയുള്ള 4 നൂറ്റാണ്ടു കാലത്തിലേക്ക് ജീവിച്ച ഓരോ പണ്ഡിതനെങ്കിലും നിങ്ങൾ പറഞ്ഞ അർത്ഥം പറഞ്ഞ് നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. CD ലഭ്യമാണ്. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുക വെച്ചാൽ മുസ്ലിയാക്കന്മാർക്ക് അതറിയാം, ഓർക്ക് വരുമാനവും അവർക്കത് ആളുകൾക്ക് ലാഭങ്ങളുള്ളത് കൊണ്ട് അവൻ ന്യായം പറയുന്നുവെന്നല്ലാതെ നമ്മുടെ ഇബാദത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം ഒരാളുകളെ പിന്നെ പോയി കൂടി അതിന്റെ പിന്നാലെ ചെന്ന് ചേർന്ന് നമ്മളതും കൂടി നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനർത്ഥം ഒരു സുന്നിപ്പടിക്കും കയറാൻ പാടില്ല എന്നോ അവിടെ നിസ്കരിക്കാൻ പാടില്ല എന്നൊന്നുമല്ല. അത് പൊതുവായ വിഷയം. ഇതിന്റെ പ്രചാരകനും ഈ വിശ്വാസം ഉൾക്കൊള്ളുന്നവനും അതിലേക്ക് ആളെ ക്ഷണിക്കുന്നതൊക്കെയാണെങ്കിൽ അത് വലിയ ഗൗരവമുള്ള വിഷയം തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. എഴുതി കിട്ടിയ 2-3 ചോദ്യങ്ങളുടെ ഒന്ന് വായിക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാണെന്നും അനുഗ്രഹത്തിൽ സന്തോഷിക്കണമെന്നും അള്ളാഹു നിർദ്ദേശിക്കുന്നു. ഈ ഖുർആനിക സൂക്തത്തിൽ റഹ്മത്ത് കൊണ്ട് വിവക്ഷ നബി ആണെന്ന് സ്വഹാബികളെ ഏറ്റവും പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആധികാരിക ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കുന്നു. ദുറുൽ മൻസൂർ, ബഹ്റുൽ മുഹീത്ത് തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രവാചക ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഖുർആനിക ആഹ്വാനമല്ലേ? ഒരിക്കലും അല്ല. അല്ലാഹു റസൂല് റഹ്മത്താണ് എന്ന് ഈ തഫ്സീറിൽ ഒന്നുമില്ലെങ്കിലും പഠിച്ചോൻ വ്യക്തമായി പറഞ്ഞതാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഒരു തഫ്സീറും പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കാം, എന്നാലും നബി റഹ്മത്താണ്, നബി കാരുണ്യമാണ് എന്ന കാര്യത്തിൽ ലോകത്ത് ആർക്കും തർക്കമില്ല. റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുമുണ്ട്, അതും ശരിയാണ്. അത് ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണെങ്കിൽ അപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ നിലപാടത്തിനെടുത്ത് നോക്കുക. ഈ ആയത്ത് ആദ്യം ഇറങ്ങിയത് അള്ളാഹുവിന്റെ റസൂലിലാണ്, ഈ 2 ആയത്തും. എന്നിട്ട് ഈ 2 ആയത്ത് ഇതിനാണ് അധ്യാപനമെങ്കിൽ നബി തങ്ങൾ ഈ ആയത്ത് അങ്ങനെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? 23 കൊല്ലങ്ങൾക്കിടയിൽ നബി തങ്ങൾ എന്നെങ്കിലും നബിയുടെ ജന്മദിനം ആഘോഷിച്ചുവോ? ഈ 2 ആയത്തുണ്ടായിട്ട് ഇല്ല. നബിയുടെ കാലശേഷം 100 കൊല്ലത്തോളം സഹാബിമാർ ജീവിച്ചിട്ടുണ്ട്. ഈ 2 ആയത്തും അവർക്കറിയാം. എന്നിട്ട് അവരാരെങ്കിലും ജന്മദിനം ആഘോഷിച്ചുവോ? ഇല്ല. ശേഷം 100 കൊല്ലത്തോളം താബിഈങ്ങൾ ജീവിച്ചിട്ടുണ്ട്, അവരാരെങ്കിലും ചെയ്തുവോ? ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ 450 കൊല്ലം വരെ ജീവിച്ച മുസ്ലിം ലോകത്തെ ഒരു പണ്ഡിതനും ഈ 2 ആയത്ത് വെച്ചിട്ട് ജന്മദിനം ആഘോഷിക്കാൻ തെളിവാന്ന് പറഞ്ഞിട്ടില്ല.
ഇനി ഇവിടെ കൊടുത്ത ബഹ്റുൽ മുഹീത്തോ റൂഹുൽ ബയാനോ ദുറുൽ മൻസൂറോ അടക്കമുള്ള കിതാബുകളിലും ഇത് ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റഹ്മത്ത് വന്നിരിക്കുന്നു എന്നതിന് റഹ്മത്തിന്റെ ഉദ്ദേശം നബിയാണ് എന്ന് ഈ തഫ്സീറൊക്കെ ഉണ്ട്, ശരിയാണ്. നബിയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഈ എഴുതിയ തഫ്സീറുകളിലും ഇല്ല. ഇത് റഹ്മത്ത് നബിയ എന്നുണ്ട്, ഇസ്ലാമാണ് എന്നുണ്ട്, ഹിദായത്താണ് എന്നുണ്ട്. മാത്രമല്ല റഹ്മത്ത് പലതുമുണ്ട്. മഴ റഹ്മത്താണ്, ഹദീസിൽ വന്നതാണ്. മഴ റഹ്മത്താണ്. അപ്പൊ ഖുർആനിൽ റഹ്മത്തിന് സന്തോഷിക്കാന്നുണ്ട്. മഴ പെയ്ത അന്ന് ആഘോഷം സംഘടിപ്പിക്കണമെന്നാണോ അതിനർത്ഥം? അല്ലല്ലോ. അല്ലാഹു തആലയുടെ റഹ്മത്ത് എത്രയാണുള്ളത്? ആ ഓരോ റഹ്മത്തും ഈ ആയത്തുമായി കണക്ട് ചെയ്തിട്ട് അതൊക്കെ ആഘോഷിക്കാൻ നിന്നാൽ പിന്നെ മറ്റെന്തിനാ സമയം ഉണ്ടാവുക? ഹിദായത്താണ് എന്നുണ്ട്, ഖുർആനാണ് എന്നുണ്ട്, പല വ്യാഖ്യാനങ്ങളുണ്ട്. അതൊക്കെ റഹ്മത്താണ് താനും. ഈ സദസ്സ് പോലും റബ്ബ് ചെയ്ത റഹ്മത്താണ്. അതുകൊണ്ട് ആഘോഷിക്കുന്നതായിട്ട് ഈ ഇതിന്റെ വാർഷികാർത്ഥം ഒരു മതത്തിന്റെ ആചാരമായി വിഭാഗത്തായി കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നത് പ്രവാചകരോ സ്വഹാബത്തോ താബികളോ തബഉ താബികളോ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പോലുമോ പഠിപ്പിക്കാത്തവയാണ്. അതിനാൽ അത് പുത്തനാചാരമാണ്, ബിദ്അത്താണ്, പിൽക്കാത്തുണ്ടായി വന്ന ദുരാചാരമാണ് എന്ന് നാം മനസ്സിലാക്കുക.